എക്സിറ്റ് പോളുകൾ മാത്രമാണ് 4-ാം തീയതിയിലെ ജനവിധി വരെ ഈ എന്താണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്നതിനെ സൂചിപ്പിക്കാവുന്ന ഏറെക്കുറെ ഒരു ഡേറ്റയായി നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ എക്സിറ്റ് പോളുകളെ ആധാരമാക്കി തന്നെ ചർച്ച നടത്താമെന്ന് തോന്നുന്നു. ഈ സാഹചര്യത്തിൽ അങ്ങനെ എക്സിറ്റ് പോളുകളിൽ പുറത്തു വന്ന കണക്കുകളെ മാത്രം പരിശോധിക്കുകയാണെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ BJP നേടുമെന്ന് പ്രതീക്ഷിക്കുന്ന വോട്ട് ഷെയറിനേക്കാൾ കൂടുതൽ നേടിയിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് അല്പം കൂടി നേരിയ കൂടുതൽ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും നോക്കൂ, കേന്ദ്രത്തിലടക്കം തുടർച്ചയായി ഭരിക്കുന്ന NDA സർക്കാർ ഒരു സംസ്ഥാനത്ത് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഈ നിലയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മതിയോ? ഇതിനപ്പുറം ഒരു വോട്ട് ശതമാനത്തിലെ വർധനവ് എക്സിറ്റ് പോളിനെ മാത്രം മുൻനിർത്തിയാണ് കേട്ടോ പറയുന്നത്. BJP പ്രതീക്ഷിച്ചിരുന്നു. ഏത് നിലയിലെ പെർഫോമൻസ് ആണ്? അതാണ് ഞാൻ പറഞ്ഞത്, എക്സിറ്റ് പോളിനെ മാത്രം മുൻനിർത്തിയാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എക്സിറ്റ് പോളിന്റെ റിസൾട്ട് ആണ് വന്നിട്ടുള്ളത്. ആ എക്സിറ്റ് പോൾ റിസൾട്ടിൽ തന്നെ പറയുന്നത് എനിക്ക് തോന്നുന്നു 1-2 ഏജൻസികൾ ഒഴികെ ബാക്കി എല്ലാവരും പറയുന്നത് BJPക്ക് 3+ സീറ്റുകളാണ്. 3-7, 3-11 വരെ. ഇന്നിപ്പോ ചാണക്യയുടെയൊക്കെ 3-11 സീറ്റുകൾ അവർ വന്നിട്ടുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കുതിച്ചുചാട്ടമാണ് കേരളത്തിലുണ്ടായിരിക്കുന്നത്. അപ്പൊ സീറ്റുകളുടെ എണ്ണത്തിൽ പിന്നെ ശതമാനം കണക്കിലോട്ടൊക്കെ നമുക്ക് എന്തായാലും വോട്ട് വരുന്ന സമയത്ത് വരാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ ഇത്തവണ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളാണ് ഈ തെരഞ്ഞെടുപ്പിൽ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം BJPയുടെ വോട്ട് ഷെയറിലടക്കം വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഞങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. അത് ഗ്രൗണ്ടിൽ നിന്ന് ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഈ എക്സിറ്റ് പോളുകൾ വന്നിട്ടുള്ളത് കേരളത്തിലെ മാത്രമൊന്നുമല്ല. കേരളത്തിൽ നോക്കൂ, കേരളത്തിൽ ഇപ്പോൾ ഒരുവിധം എല്ലാ ആളുകളും പറയുന്ന അനുസരിച്ച് നെക്ക് ടു നെക്ക് ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് നടക്കുന്ന സമയത്തും BJP കഴിഞ്ഞ് നോക്കൂ, ഞങ്ങൾക്ക് ഇതിനു മുമ്പ് MLA-മാരാണ്. ഞങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ കേരളത്തിൽ ഒരു MP ആണുള്ളത്. ഇതിനു മുമ്പ് ഒരു MLA ഉണ്ടായിട്ടുണ്ട്, നിയമത്തുണ്ടായിട്ടുണ്ട്. അതിൽ നിന്നുണ്ടാവുന്ന ഒരു വലിയൊരു കുതിച്ചുചാട്ടമാണ് ഇപ്പോൾ എല്ലാ ഏജൻസികളും പറയുന്നത്. ഇനി കേരളത്തിന് പുറത്തേക്ക് നിങ്ങൾ നോക്കൂ, വെസ്റ്റ് ബംഗാളിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം അല്ലെങ്കിൽ ഞങ്ങളുടെ BJPയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP അധികാരത്തിൽ വരുമെന്ന് എക്സിറ്റ് പോളുകൾ എല്ലാം പറയുന്നു. അസാമിൽ 100 സീറ്റുകൾക്കധികം നേടിയിട്ട് വീണ്ടും ഭരണത്തിൽ തുടരുമെന്ന് എക്സിറ്റ് പോളുകൾ പറയുന്നു. തമിഴ്നാട്ടിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം NDA ഉണ്ടാക്കും എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളിപ്പോ എന്നോട് ചോദ്യം ചോദിച്ചതുപോലെ ഭരണത്തിൽ ഇരിക്കുന്ന ഒരു കക്ഷി എന്നുള്ള രീതിയിൽ, രാജ്യത്തൊട്ടാകെയുള്ള വികസനം നടത്തിയ ഒരു കക്ഷി എന്നുള്ള രീതിയിൽ വലിയ മുന്നേറ്റമാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. ഞാനിപ്പോ എക്സിറ്റ് പോളുകളെ പൂർണ്ണമായിട്ട് അങ്ങനെ അംഗീകരിക്കുന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ എങ്കിലും ജനങ്ങളിൽ നിന്ന്, ഗ്രൗണ്ടിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കിട്ടിയുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് വലിയ മുന്നേറ്റമാണ് BJPക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നത്. മറുവശത്ത് ഇവിടെ കോൺഗ്രസിന്റെയും CPM-ന്റെയും അവസ്ഥ എന്താ? അത് നിങ്ങളൊന്ന് ചർച്ച ചെയ്യണം. നോക്കൂ, നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിന്ന്, രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ഇടതുപക്ഷം മാഞ്ഞു പോകാൻ വേണ്ടിട്ട് പോവല്ലേ? അവർ ഭരിച്ചിരുന്ന ഒരേ ഒരു സംസ്ഥാനം എന്ന് പറയുന്ന കേരളമാണ്. ആ കേരളത്തിൽ നിന്ന് അവർക്ക് ഭരണം നഷ്ടപ്പെടും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരണം നഷ്ടപ്പെടുമെന്ന് എല്ലാ എക്സിറ്റ് പോളുകളിൽ നിന്നുള്ള റിസൾട്ട് പറയുകയാണ്. ഏകദേശം കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ താമസിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ നമുക്കും അതിന്റെ സൂചനകൾ ഉണ്ടാവും. ഒരു കാലത്ത് 35 വർഷത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ച വെസ്റ്റ് ബംഗാളിൽ നിന്ന് കഴിഞ്ഞ തവണ ഒറ്റ സീറ്റില്ല അവർക്ക്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒറ്റ സീറ്റ് പോലും ഇല്ല. ഇത്തവണയും ഒരു സീറ്റ് പോലും ഉണ്ടാവില്ല. ഏകദേശം 5% എന്തോ മാത്രം വരുന്ന വോട്ട് എടുത്തുകൊണ്ട് ഒറ്റ സീറ്റ് പോലും ഉണ്ടാവാൻ വേണ്ടിയിട്ട് സാധ്യതയില്ല ഇത്തവണയും. അസാമില് ഒരു MLA ആണ് അവർക്കുള്ളത്. നിലവിൽ ഒറ്റ MLA-മാർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ഇടതുപക്ഷം പൂർണ്ണമായിട്ട് അപ്രത്യക്ഷമായി. അതൊരു ഔട്ട്ഡേറ്റഡ് ഐഡിയോളജിയാണ് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ വിധി എഴുതുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയിട്ടാണ്. മറുവശത്ത് ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ള 4-5 സംസ്ഥാനങ്ങളിലും 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശങ്ങളിലും എല്ലാം ഈ മുന്നണിയുടെ അവസ്ഥ എന്താണ്? വെസ്റ്റ് ബംഗാളിൽ ആരൊക്കെയാണ് മത്സരിക്കുന്നത്? വെസ്റ്റ് ബംഗാളിൽ മത്സരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസും തമ്മിലാണ്. കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനടക്കം അവിടെ മരണപ്പെടുക വരെ ഉണ്ടായി. രാഹുൽ ഗാന്ധി പറഞ്ഞ ഭീകരമായിട്ടുള്ള അവസ്ഥ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ എന്താണ്? തമിഴ്നാട്ടിലെ അവസ്ഥ എന്താണ്? ഇനി അസാമിലെ അവസ്ഥ എന്താണ്? അപ്പോൾ അങ്ങനെ കേരളം വിട്ടിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്ന LDF, കോൺഗ്രസും CPM കേരളത്തിൽ ഒരുമിച്ച് മത്സരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന അലയൻസിൽ പുതിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോകുന്നു. അതോടൊപ്പം രാഹുൽ ഗാന്ധി എത്രയോ വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കലാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ അദ്ദേഹം രാജ്യത്തിന്റെ ഭാവി പ്രധാനമന്ത്രി 10-20 വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ന് അദ്ദേഹത്തിനപ്പുറത്തേക്ക് പുതിയൊരു ലീഡർഷിപ്പ് ഒരുപക്ഷെ വരേണ്ടി വരുമോ എന്ന് പോലും ചിന്തിക്കുന്ന രീതിയിലാക്കാൻ മുന്നണി വന്നിരിക്കുന്നു. കാരണം തമിഴ്നാട് എടുക്കൂ, സ്റ്റാലിന്റെ ചിറകിലേറിയിട്ടാണ് അവിടെ കോൺഗ്രസ് ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നു. കേരളത്തിലേക്ക് എടുത്തു, കേരളത്തിൽ 2-3 ആളുകൾ വന്നിട്ട് മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയിട്ട് വലിയ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു, എല്ലാ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്തിന് വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ മൊത്തത്തിലെടുത്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ ഒരു മുന്നണിയുടെ തകർച്ച, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല ആ ഒരു ഐഡിയോളജിയുടെ അസ്തമയം, അതേ സമയത്ത് BJPയുടെ വലിയൊരു കുതിച്ചുചാട്ടം, വെസ്റ്റ് ബംഗാൾ എന്നൊക്കെ പറഞ്ഞാൽ ചരിത്രപരമായിട്ടുള്ള ഒരു കുതിച്ചുചാട്ടമായിരിക്കും ഉണ്ടാവാൻ വേണ്ടി പോയി. രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്ന്. അപ്പൊ അത്തരത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ എക്സിറ്റ് പോൾ. ഞാൻ വീണ്ടും പറയുന്നു, ഇതിനെ പൂർണ്ണമായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇതിലും വലിയൊരു നല്ലൊരു റിസൾട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇത് സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ്. അതിൽ
ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മുന്നേറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒരു തരി പോലും ഞങ്ങൾക്ക് പിന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരാവശ്യം ഉണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.